ഈശോയുടെ സ്നേഹിതരെ, ചിലർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ക്രിസ്തുവിലല്ലേ ആശ്രയിക്കുന്നത്, ഞങ്ങളെല്ലാവരും യേശുവിനല്ലേ ആരാധിക്കുന്നത്, ഞങ്ങളെല്ലാവരും യേശുവിലല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ കത്തോലിക്ക സഭ മാത്രമാണ് ഏക രക്ഷയുടെ വഴി എന്ന് പറയുന്നത്? കത്തോലിക്ക സഭയിലൂടെ മാത്രമേ രക്ഷ ഉള്ളൂ എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ക്രിസ്തു തന്റെ അതരം കൊണ്ട് പറയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. ഈശോ തന്റെ അതരം കൊണ്ട് ശിഷ്യനോട് അത് പറയുകയാണ്. ഈശോ തന്റെ ഭൂമിയിലെ ദൗത്യം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഈശോയുടെ സ്വർഗ്ഗാരോഹണം നടക്കുകയാണ്. അങ്ങനെ പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും ആ കൂട്ടായ്മ ശക്തി പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആളുകൾ ഈ ഗ്രൂപ്പോട് ചേർന്നു. അതായത് ഈശോ സ്ഥാപിച്ച ഈശോയുടെ സഭ, ഈശോ ഇന്നത്തെ കാലത്ത് കാണുന്നല്ല, അന്നത്തെ കാലത്ത് ബോണ്ട് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രിമെന്റ് എഴുതി കൊടുക്കുകയോ സഭയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈശോയുടെ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം കഴിയുമ്പോൾ ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ജനം ഈ കൂട്ടായ്മയിൽ ചേരുകയാണ്. എന്നാലാകട്ടെ ഇത് സഭയായി തീരുമെന്നുള്ളത്, ഇതൊരു ഐക്യ സഭയാണ്, ഇതൊരു ഏക സഭയാണെന്നുള്ളത് ഈശോയുടെ വാഗ്ദാനമായിരുന്നു. ഈശോ പറഞ്ഞ ഈ പാറമേ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. ആ സ്ഥാപനം നടക്കുന്നത് പിന്നീടുള്ള കാലങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:32 വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേർന്ന എല്ലാവരും, ആ 3000-ഓളം എല്ലാവരും ഒരൊറ്റ ഹൃദയവും ഒരു ആത്മാവും ഒരു ഹൃദയവുമായിരുന്നു. അങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചു വരുമ്പോഴാണ് അപ്പോസ്തലന്മാർ ഈ ഗണത്തിൽ നിന്ന് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 6 നമുക്ക് കാണാൻ കഴിയും. ആ ഡീക്കന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട്, അതായത് ഫിലിപ്പോസ്, സ്തെഫാനോസ്, നിക്കോളോവോസ് ഇവരടങ്ങുന്ന ഒരു 7 പേരെ തിരഞ്ഞെടുക്കുകയും അപ്പോസ്തലന്മാരുടെ മുമ്പിൽ അവരെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന ആ അധികാരം അല്ലെങ്കിൽ ആ അവകാശം അവർ പകർന്നു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. അതായത് ഈശോ നൽകിയ ആ അവകാശം 12 അപ്പോസ്തലന്മാരിലൂടെ ആദ്യമായിട്ട് ശിഷ്യന്മാര് ഡീക്കന്മാർക്ക്, അതായത് സഭയുടെ അതേ അധികാരം അവർക്ക് കൊടുക്കുന്നില്ല, എന്നിരുന്നാൽ പോലും ഡീക്കന്മാരെ തൊട്ട് താഴെ ശുശ്രൂഷിക്കാനായിട്ട്, വചനം പ്രസംഗിക്കാനായിട്ട് അവർക്കൊരു അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ അവർക്ക് അഭിഷേകം പകർന്നുകൊണ്ട് അവർക്ക് ആ ഒരു അവകാശം അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു അധികാരം കൈമാറുകയാണ്. അങ്ങനെ സ്തെഫാനോസിന്റെ, അതായത് സ്തെഫാനോസൊക്കെ ഭയങ്കര അഭിഷേകമുള്ള ഒരു ഡീക്കനായിരുന്നു. അഭിഷേകം എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭയങ്കര ശക്തിയോട് നല്ലൊരു കൃപയുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ സ്തെഫാനോസിന്റെ മരണശേഷം, അതായത് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസാണ് ആദ്യമായി രക്തസാക്ഷിയാകുന്നത്. അങ്ങനെ സ്തെഫാനോസിന്റെ മരണശേഷം ജനം, അതായത് വിശ്വാസ സമൂഹത്തിൽ എല്ലാവരും ചിതറിക്കപ്പെട്ടു. 12 അപ്പോസ്തലന്മാരൊഴികെ അവർ ജെറുസലേമിൽ തന്നെ ആയിരുന്നു. മറ്റുള്ള ഫിലിപ്പോസ് ആകട്ടെ, മറ്റുള്ള എല്ലാവരും ആ 7 ഡീക്കന്മാരും അവർ പല സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ടു. വചനം പറയുന്ന യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് സാവൂൾ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന പൗലോസ്, അതായത് വിശുദ്ധ പൗലോസ്, സാവൂൾ സഭയെ ഇതിനെ അനുകൂലിക്കുകയും സഭയിൽപ്പെട്ടവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം സ്തെഫാനോസിന്റെ മരണം യഹൂദർക്ക്, ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ മരണം യഹൂദർക്ക് ഒരുപാട് സന്തോഷവും അവർക്ക് അനുകൂലമായ ഒരു കാര്യമായതിനാൽ പൗലോസ് ശ്ലീഹ അതിനെ അനുകൂലിക്കുകയും വീണ്ടും ക്രിസ്ത്യാനികളെ, അതായത് ഈ കൂട്ടായ്മ, ഞാൻ ഇപ്പോഴും സഭ എന്ന് പറയുന്നതിന് സഭ എന്ന് ഞാൻ പറയുന്നില്ല, ഈ കൂട്ടായ്മ ക്രിസ്തുവിന്റെ ശിഷ്യരാൽ സ്ഥാപിക്കപ്പെട്ട ഈ കൂട്ടായ്മയെ അതികഠിനമായി പീഡിപ്പിക്കാൻ വേണ്ടി പൗലോസ് ശ്ലീഹ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഫിലിപ്പോസ് ആകട്ടെ വളരെ ശക്തിയോടുകൂടി സമരിയയിൽ തന്റെ സുവിശേഷ വേല ചെയ്യുകയും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അത് വിശ്വസിക്കുകയും ഫിലിപ്പോസിലൂടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. 2 കാര്യം ഇവിടെ സംഭവിക്കുന്നു: വിശ്വസിക്കുന്നു, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു എന്ന് നമ്മുടെ രക്ഷിക്കപ്പെട്ട സഹോദരി പറയുന്നത്. എങ്കിൽ പറയുന്നതേ താല്പര്യമില്ല. ഇന്ന് ചില വ്യക്തി ഗ്രൂപ്പുകൾ പറയും വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷപ്പെടുക. ഇവിടെ പറയണം, ഇതേ ഫിലിപ്പോസിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടു. ഇത് 2 ഇവിടെ സംഭവിക്കുകയാണ്. അതോടൊപ്പം ആ ജനം ഫിലിപ്പോസിന്റെ കൂടെ ചേരുകയും ചെയ്തു, അതായത് ക്രിസ്ത്യാനി ആവുകയും ചെയ്തു. എന്നാലാകട്ടെ ഇവരിൽ ആരിലും തന്നെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഇവരിൽ ആരിലും ഫിലിപ്പോസിന്റെ സ്നാനമാകട്ടെ, ഇവർ വിശ്വസിച്ചെന്നോ സ്നാനം സ്വീകരിച്ചെന്നോ വെച്ചുകൊണ്ട് ആരിലും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. കാരണം ആ അധികാരം ഈശോ തന്റെ ശിഷ്യന്മാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നതാണ് തൊട്ട് താഴെയുള്ള വചനങ്ങൾ. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. ഇവിടെയും ജെറുസലേമിലുള്ള എന്നാണ് പറയുന്നത്, സഭ എന്ന് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഈ ഒരു വാക്കുകൾ ശ്രദ്ധിച്ചോളാം. അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്ക ഈ ശക്തി എനിക്കും തരിക. കണ്ടോ, കൈവപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്, അത് അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ. എന്നാൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ സഭ അല്ലെങ്കിൽ കൂട്ടായ്മ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവൂളാകട്ടെ കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗ്ഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരായി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ സാവൂൾ ഈ സഭയെ പീഡിപ്പിക്കാൻ പുറപ്പെട്ട സാവൂളിനാണ് കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷനാകുന്നത്. കർത്താവ് ഈശോ മിശിഹ പ്രത്യക്ഷനാകുകയും സൗൾ ചോദിക്കുന്ന കർത്താവ് നീ ആരാണ്? അപ്പോഴാണ് ഈശോ പറയുന്നത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. സത്യത്തിൽ പൗലോസ് ശ്ലീഹ ഒരിക്കലും ക്രിസ്തുവിനെ നേരിട്ട് പീഡിപ്പിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യരെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കൂട്ടായ്മയെ പൗലോസ് ശ്ലീഹ പീഡിപ്പിച്ചപ്പോൾ ഈശോ പറയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഇത് മനസ്സിലാക്കി, ഇത് പൗലോസ് ശ്ലീഹയ്ക്ക് തന്റെ സഭ, താൻ സ്ഥാപിച്ച സഭയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്നുള്ളത് നമുക്ക് പിന്നീടുള്ള വചനങ്ങൾ പൗലോസ് ശ്ലീഹാന്റെ അതരം കൊണ്ട് പറയുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. അത് വളരെ രീതിയിൽ പൗലോസ് ശ്ലീഹ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി താഴോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് തരാം.
ഇവിടെ നോക്കിയ പരിശുദ്ധാത്മാവ് ഈശോമിശിഹ പൗലോസ്ലീഹയ്ക്ക് പ്രത്യക്ഷനാകുന്നത് പൗലോസ്ലീഹ അന്ധനായി തീരുകയാണ്. അതുവരെ കാഴ്ചകൊണ്ടായിരുന്ന പൗലോസ്ലീഹ അന്ധനാവുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈശോ എന്തുകൊണ്ടാണ് സ്വമതയെ അവന്റെ അന്ധത മാറ്റി കൊടുക്കാത്തത്? സത്യത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരുവനെ തുറവിയില്ല. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പൗലോസ്ലീഹ അന്ധനാവുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല, പൗലോസ്ലീഹ സഭ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോ ഓരോ വ്യക്തികൾക്കും. എവിടെയാണ് ഈശോയുടെ വാക്കിന് ശക്തി പ്രകടമാകുന്നത്? ഈശോ പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെടും. പത്രോസ്, നീ പറയുമ്പോൾ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെടും. സ്വർഗ്ഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകുന്നു. ഉണ്ടോ? അപ്പൊ ഈ സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാൽ ഭൂമിയിൽ കർത്താവ് ഈശോമിശിഹ ആ അധികാരം നൽകിയിട്ട് പോകുന്നതിന്റെ ഒരു അടയാളമാണ്. കെട്ടാനും അഴിക്കാനുള്ള അധികാരം തന്റെ ശിഷ്യർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഈശോമിശിഹ പൗലോസിന് പ്രത്യക്ഷനാകുന്നത്. ഈശോ ഒന്നും ചെയ്യുന്നില്ല. പൗലോസ്ലീഹയ്ക്ക് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈശോ ഭൂമിയിൽ അധികാരം നൽകിയിരുന്ന വ്യക്തിയിലൂടെ, അതായത് സഭയിലൂടെ അവന് ആ ശുശ്രൂഷ കൈവപ്പ് അധികാരം കൊടുത്തുകൊണ്ട് സഭയിൽ ചെയ്യും. കാരണം ഭൂമിയിൽ കെട്ടാൻ അഴിക്കാൻ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു, അനനിയാസ്. അവൻ വിളിക്കേട്ട്, കർത്താവ് ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋതുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന്. ഇവിടെ സ്ഥലം പറയാണ്, യുദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ ഈശോ, ഞാൻ ചോദിക്കുന്നത്, ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് എന്താ നേരിട്ട് അവന് കാഴ്ച സൗഖ്യം കൊടുത്തുകൂടായിരുന്നു? ഇന്നത്തെ പെന്തക്കോസ്തുവാദികളുടെ പല വാദങ്ങളും പൊളിക്കുന്നതാണ് ഈ വചനം. അതായത് ഈശോ നിങ്ങളും പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു, അപ്പൊ എന്തുകൊണ്ട് ഈശോ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്നില്ല? ഓക്കെ, എന്നിട്ട് പറയണം, അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞ, സഹോദരനായ സാവുൽ, മാർഗ്ഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെയാണ് സഭയുടെ അധികാരം ആദ്യം തുടങ്ങുന്നത്. അതായത് ഈശോ ശിഷ്യത്വം നൽകിക്കൊണ്ട് കെട്ടാൻ അഴിക്കാനുള്ള അധികാരം ആദ്യം തുടങ്ങുന്നത് ഇവിടെയാണെന്ന് നമുക്ക് വചനത്തിൽ തന്നെ കാണാൻ കഴിയും. അപ്പൊ ഈശോ നേരിട്ട് ചെയ്തില്ല, ഈശോ അധികാരം നൽകിയിരിക്കുന്ന വ്യക്തികളിലൂടെയാണ് ഈശോ അത് ചെയ്യുന്നത്. അങ്ങനെ പൗലോസ്ലീഹയ്ക്ക് ജ്ഞാനസ്നാനം നൽകുന്നു, കയ്യൊപ്പിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഉടനെ താമസിയാതെ തന്നെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗിൽ പ്രസംഗിക്കാൻ തുടങ്ങി പൗലോസ്ലീഹ. ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇപ്പൊ പൗലോസ് ഒരു ശിശു മാത്രമാണ്, ഒന്നും അറിയില്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വീഴുന്ന ഒരു കുഞ്ഞിനെ പോലെ സഭയിലോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ഏതാണെന്നോ ഒന്നും അറിയില്ല. ക്രിസ്തു ആരെന്നോ ദർശനത്തിൽ വന്നതല്ലാതെ ക്രിസ്തുവെക്കുറിച്ച് ഒരു വ്യക്തതയും പൗലോസ്ലീഹയ്ക്കില്ല. ഒരു കുഞ്ഞിനെ പോലെ സഭയിൽ നിൽക്കുകയാണ് പൗലോസ്ലീഹ. ആ ഒരു രംഗം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. അങ്ങനെ തന്റെ 14 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബാർന്നബാസിനും നീട്ടി തന്നു. അങ്ങനെ വിജാതിയുടെ അടുത്തേക്കും ഞങ്ങൾ പരിചയത്തിന്റെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. എന്നാൽ ശിഷ്യന്മാർ എന്താണ് അവരെ ഫലമേൽപ്പിച്ചത്? പാപങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എന്റെയും തീവ്രമായ ആവശ്യം. കണ്ടോ? അപ്പൊ സഭ ഒരു സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ സഭ എന്ത് പറയുന്നു അതിനെ അംഗീകരിക്കുന്ന ഒരു പൗലോസ്ലീഹനെ നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം ക്രിസ്തു പ്രത്യക്ഷനാകുന്നതിന് സഭ എന്താണെന്നുള്ള ബോധ്യം ക്രിസ്തു തന്നെ കൊടുക്കും. ക്രിസ്തു പ്രത്യക്ഷമാകാത്തവർക്കും വ്യാജ ക്രിസ്തുവാൽ സുവിശേഷ വേല ചെയ്യുന്നവർക്കും സഭയുടെ ബോധ്യങ്ങൾ ഒട്ടും തന്നെ മനസ്സിലാകില്ല, സഭയുടെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാനും കഴിയില്ല. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എല്ലായിടത്തും സഭ ശക്തി പ്രാപിച്ചു. പൗലോസാകട്ടെ സെലൂക്യ മുതൽ റോമ വരെ തന്റെ സുവിശേഷ വേല ശിഷ്യരോടൊപ്പം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറുമ്പോൾ അതിന് മുമ്പേ പോയിരുന്ന സ്ഥലങ്ങൾക്ക് എഴുതിയ ലെറ്ററുകളാണ്, കത്തുകളാണ് ഈ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ കാണുന്ന ലേഖനങ്ങൾ. കാരണം കൊരിന്തോസിൽ പോയി പിന്നെ അത് കഴിയുമ്പോൾ അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യം ലെറ്റർ എഴുതും. അതാണ് നമ്മൾ ഈ കാണുന്ന ലേഖനങ്ങൾ. എന്നാലാകട്ടെ ഇവരെവിടെയായിരുന്നാലും ഇവരുടെ എല്ലാം ഏക ഐക്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന മാത്രമായിരുന്നു. ശിഷ്യന്മാർക്കാകട്ടെ ഇത് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ആദ്യം തന്നെ അത് മുടങ്ങാതെ തന്നെ, അതായത് 3000-ഓളം ആളുകൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഈ ഒരു ശുശ്രൂഷ അവർ ചെയ്തിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:46 വായിക്കുമ്പോഴാണ്. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അന്ന് മുതലേ ഈ അപ്പം മുറിക്കൽ, അതായത് ഇന്ന് പെന്തക്കോസ്തുകാർ പറയുന്ന വേജമായ അവരുടെ ഭവനങ്ങൾ അവർക്ക് തോന്നുമ്പോൾ മുറിക്കുന്ന ആ അപ്പം മുറിക്കലല്ല, ഇത് സഭ ഐക്യമായും ഏകമായും ചെയ്തിരുന്ന ഒരു കൂദാശ. അത് അന്നിപ്പോൾ ഗലാത്യയിലുള്ളവർക്കാവട്ടെ കൊരിന്തോസുകാർക്കല്ലാതെ എവിടെയെല്ലാം സഭ വ്യാപിച്ചു അവിടെയെല്ലാം ഈ ശുശ്രൂഷ അവർ അറിയിച്ചു കൊടുക്കുകയും അത് ചെയ്യുകയും ചെയ്തിരുന്ന പതിവ് അന്ന് കാലങ്ങളുള്ളതായിട്ട് നമുക്ക് വചനം തന്നെ ഇവിടെ പറയുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന ഒരു വചനമാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ, നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ. അപ്പം ഒന്നേ ഉള്ളൂ, പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പം, അതായത് ഒരേ സഭ, ഒരേ വിശ്വാസം, ഒരൊറ്റ കൂദാശ. അതൊന്നും മാത്രമേ ഭൂമിയിലും സഭയിലുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ അറിവ് കിട്ടുമായിരുന്നു. കാരണം കൊരിന്തോസിൽ ഇത് പൗലോസ്ലീഹ എങ്ങനെ പഠിപ്പിച്ചത്? പൗലോസ്ലീഹ ഈശോയുടെ ശിഷ്യനല്ലായിരുന്നു. പിന്നെ പൗലോസ്ലീഹയ്ക്ക് ഈ അറിവ് എങ്ങനെ കിട്ടി? വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണം, ശിഷ്യന്മാരൊന്നും പൗലോസ്ലീഹയെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഒരിടവും കാണുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തന്റെ ശരീരവും രക്തവും സ്മരണയ്ക്ക് ചെയ്യണമെന്നുള്ളത് പൗലോസ്ലീഹയ്ക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? അത് അറിയണമെങ്കിൽ നമ്മൾ 1 കൊരിന്തോസ് 11:23 വായിക്കുക. അതായത് പൗലോസ്ലീഹ അത്താഴ വിരുന്ന് നടക്കുമ്പോൾ അതിൽ പലതരം ഭിന്നിപ്പ് നടക്കുകയാണ്. അപ്പോൾ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, 1 കൊരിന്തോസ് 11:22-23, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്ത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്പുറം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്ത്, എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴല്ല എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ ഉപയോഗിച്ചറിയാതെ ഭക്ഷിക്കുന്ന പാനപാത്രം ചെയ്യുന്നവന് തന്റെ ശിക്ഷാവിധിയാണ് അവൻ ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്.
ഉണ്ടോ? ഈശോയുടെ വിശുദ്ധിയില്ലാതെ ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ്. അത് വിശുദ്ധിയില്ലാതെ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പക്വതയില്ലാതെ വീടുകളിൽ അർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് ചെയ്യുന്ന, അതാണ് പൗലോസ്ലീഹ തൊട്ട് മുമ്പ് അത്താഴം വരുന്ന പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഒന്നിച്ചുകൂടെ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്, കാരണം ഓരോരുത്തർ നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, തൽപരമായ ഒരു വിശന്ന് അവരൻ കുടിച്ച് ഉന്മനത്തിനായിരിക്കുന്നു. അത് എങ്ങനെയൊക്കെയാണ് അത് ഇന്ന് പലരും അർപ്പിക്കപ്പെടുന്ന, അതായത് വ്യക്തിപരമായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അല്ല, അതല്ല കർത്താവിന്റെ ശരീരത്തെ യഥാർത്ഥ ശരീരം എന്ന് ഈശോ പറയുന്നത്, യഥാർത്ഥ രക്തം എന്ന് ഈശോ പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്. അതായത് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യരൂപം സ്വീകരിച്ച് ജനങ്ങളിലോട്ട് വരികയാണ്. ഇതേ സംഭവം തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകം ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം, അതായത് ഇതുമായി സെയിം കണക്റ്റഡ് ആണ് ആ വചനം. അത് പുറപ്പാട് 19 പറയുന്നുണ്ട്, ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്നു. പുറപ്പാട് 19:20 വചനം പറയുന്നു, കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. അവൻ കയറി ചെന്നു. അപ്പോൾ അവിടെ നിന്ന് അരുളിച്ചത്, നീ ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്ത് വരികയും തത്ഫലമായി മരിക്കുകയും ചെയ്യും. കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല, കാരണം ചുറ്റും അതിർത്തി നിർണ്ണയിച്ച് മലയെ വിശുദ്ധമായ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കർത്താവ് മോശയോട് കളിച്ചു, നീ ഇറങ്ങി ചെന്ന് ആഹാരം കൂട്ടി വരിക, എന്നാൽ പുരോഹിതന്മാർ ജനങ്ങൾ അതിർത്തി ലംഘിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ, സമീപിച്ചാൽ കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിക്കും. ഇതിന് കാരണം എന്താണ്? ഈ ജനങ്ങളുടെ പാപമാണ് കേട്ടോ. അപ്പോൾ കർത്താവ് ഈ ഇറങ്ങി വരുന്ന അഭിഷേകം എന്തെന്ന് പറഞ്ഞാൽ പാപത്തിരിക്കുമ്പോൾ അതിന്റെ ജ്വലനത്താൽ പോലും മരണം സംഭവിക്കുന്ന പറയുന്നത്. അപ്പോൾ അതേ സംഭവമാണ് ഇവിടെ ഈശോയെ കുറിച്ചും ഈശോയുടെ ശരീരത്തെക്കുറിച്ചും പൗലോസ്ലീഹ പറയുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ ഭക്ഷിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ രക്തത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന എന്തുകൊണ്ടാണ് ശരീരത്തെ ഉപയോഗിച്ചറിയാതെ ഭക്ഷിക്കുന്നത്? നിങ്ങൾ പലരും രോഗികളും ദുർബലരുമായി ചിലർ മരിച്ചു പോയതിന് കാരണം ഇതാണ്. സെയിം സംഭവമാണ് ഇവിടെയും സംഭവിക്കുന്നത്. കണ്ടോ, അന്ന് ദൈവം മലമുകളിൽ വന്ന അതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം ആ ശരീരത്തിൽ വാഴുന്നു, അല്ലെങ്കിൽ ആ ശരീരത്തിലൂടെ നിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനെയാണ് പൗലോസ്ലീഹ അവിടെ, അതായത് പൗലോസ്ലീഹ സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പൗലോസ്ലീഹ അത് പറയുന്നത്. അപ്പൊ ഈ കൂദാശയാണ്, അതായത് അന്ന് സ്ഥാപിക്കപ്പെട്ട, ഈശോയാൽ സ്ഥാപിക്കപ്പെട്ട ഈ കൂദാശ അത് കാലങ്ങളോളം പിന്നീട് ശിഷ്യരിലൂടെ പകർന്നു കൊടുക്കപ്പെട്ട അത് അനുദിനം, അതാണ് സഭ. ഈ സഭയിലാണ് ഇത് ഇന്നും അത് ആ കൂദാശ ഇന്നും 2026 വർഷമായിട്ട് ഇന്നും നടക്കുന്ന ഏക സഭ കത്തോലിക്ക സഭ മാത്രമാണ്. അപ്പോൾ ഈ കൂദാശ ഇന്നും പരിക്രമം ചെയ്ത് അല്ലെങ്കിൽ ഇന്നും അത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥിരീകരണം, അതായത് നടക്കുന്നത്, അതായത് ഈ വിശ്വാസം അല്ലെങ്കിൽ ഈശോയുടെ ശരീരവും രക്തവും സത്യമാണോ എന്ന് പോലും സംശയിച്ച കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസത്യാഗം ഉണ്ടായിട്ടുണ്ട്. ഈ 3-5 മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ലേഖനങ്ങളിലും പ്രമാണങ്ങളിലും പോലെ സംശയാലുവായ ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ അജ്ഞത കൊണ്ട് അയാൾ പറഞ്ഞു അത്രേ, നാം സ്വീകരിക്കുന്ന അപ്പം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമല്ല, മറിച്ച് ആ ശരീരത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ്. പുരോഹിതന്റെ വിശ്വാസത്തിന്റെ മനസ്സിലാക്കിയ സന്യാസിമാർ ആ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ കുർബാനയിലായിരിക്കുമ്പോൾ ഈ സംശയാലുവായ പുരോഹിതൻ വിശുദ്ധ കുർബാന മധ്യ തിരുവോസ്തി മുറിച്ചപ്പോൾ രക്തം കാസയിലേക്ക് ഒഴുകി. ദിവ്യകാരണ സ്വീകരണ സമയത്ത് മാലാഹ തിരുവോസ്തിയിൽ നിന്ന് രക്തമണിഞ്ഞ ഭാഗം എടുക്കുകയും അവ സന്യാസിമാർക്ക് സ്വീകരിക്കാനായി കൊടുക്കുകയും ചെയ്തു. ആ സമയം സംശയാലുവായ സന്യാസി ഇതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദൈവമേ, ഈ അപ്പം അങ്ങയുടെ ദിവ്യ ശരീരമാണെന്നും കാസയിലുള്ളത് അങ്ങയുടെ ദിവ്യ രക്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അത് ആദ്യത്തെ അത്ഭുതമായി എഴുതപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ അത്ഭുതം, മരുഭൂമിയിൽ 47 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഈജിപ്തിലെ മേരിയുടേതാണ്. മേരി ഓഫ് ഈജിപ്ത് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതം ഗൂഗിളിൽ തന്നെ ചരിത്രപരമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്റെ 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും 6ാം വയസ്സ് വരെ സദാചാര വിരുദ്ധമായ ജീവിതമാണ് വിശുദ്ധ മേരി നയിച്ചിരുന്നത്. ഒരു കപ്പൽ യാത്രയിൽ എന്റെ മഹത്തീകരണ തിരുനാളിൽ മഹത്തീകരണ തിരുനാൾ പങ്കെടുക്കാൻ ജെറുസലേമിലേക്ക് പോവുകയും തിരുനാൾ ദിവസം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അജ്ഞാതമായ ഒരു ശക്തി മേരിയെ തടഞ്ഞു. ഭയത്തോടുകൂടി അവൾ തന്റെ കണ്ണുകൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിലേക്ക് നോക്കുകയും ആ ദിവസം വരെ താൻ നയിച്ച പാപകരമായ ജീവിതത്തെക്കുറിച്ച് കഠിനമായ ദുഃഖം അവൾക്കുണ്ടാവുകയും അവൾ തന്റെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു. ശേഷമാണ് അവൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കാനും സത്യമായ വിശുദ്ധ പുരുഷനെ ആരാധിക്കാനും സാധിച്ചത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സന്ദേശം അവൾക്ക് ലഭിക്കുകയും അവൾ പ്രത്യേകമായി കുമ്പസാരിക്കുകയും ദിവ്യകാരണം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ ജോർദാൻ മറുകരയിലേക്ക് പോയാൽ നിനക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അവൾ ജോർദാൻ കടന്ന് അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. അവൾ മനുഷ്യരെയോ മൃഗങ്ങളെയോ കാണാതെ 47 വർഷം ഏകാന്തവാസം അനുഷ്ഠിച്ചു. ഈ ഏകാന്തവാസത്തിലാണ് 47 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചു ജീവിച്ച ഒരു വിശുദ്ധ മേരി ഓഫ് ഈജിപ്തിനെ നമുക്ക് കാണാൻ കഴിയും. ദിവ്യകാരണ അത്ഭുതം റോമിൽ 6-7 നൂറ്റാണ്ടുകൾക്കിടയിൽ നടന്ന ദിവ്യകാരണ അത്ഭുതം ഗ്രിഗറിയൻ മാർപ്പാപ്പയുടെ ദിവ്യബലി തിരുവോസ്തി മാംസമായതാണ്. ഈ ദിവ്യകാരണ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പ് ഇപ്പോഴും ജർമ്മനിയിലെ ഇൻഡെക്സ് ബെനഡിക്ടൻ ആശ്രമത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത് നടന്ന അൽത്താരയും മാംസം ധരിച്ച തിരുവോസ്തിയും സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഇപ്പോഴും നമുക്കത് കാണാൻ കഴിയും. 2026 വർഷമായിട്ടും അഴുകാതെ അത് നമ്മൾ അരുളിക്കയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തന്നെയും ക്രിസ്തു ദിവ്യകാരണത്തിൽ ജീവനോടെ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും രക്തമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്ന അടയാളങ്ങൾ സഭയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. AD 750 നടക്കുന്ന അത്ഭുതത്തോടുകൂടി, അത് ഇറ്റലിയിലെ ലാൻഡ് അത്ഭുതത്തോടുകൂടി സഭ ഇത് കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കി. അതായത് AD 750 ഈശോയുടെ ശരീരവും രക്തവും ഇതുപോലെ ഒരു പുരോഹിതൻ സംശയിക്കുകയും എന്നാൽ അത് മാംസവും രക്തവുമാവുകയും അതിനോടനുബന്ധിച്ച് 1574 മുതൽ 1981 വരെ നിരവധി പരിശോധനകൾക്ക് വിധേയമാക്കി. അനുമതിയോടുകൂടി അനാട്ടമി, പത്തോളജി, കെമിസ്ട്രി, ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി പ്രൊഫസറുമായ എഡ്വേർഡ് ലിനോളിയോട് 12 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ദിവ്യകാരണ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പ് വിശദമായ ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുവാൻ അഭ്യർത്ഥിച്ചു. ഫലങ്ങൾ ഇങ്ങനെയായിരുന്നു: മാംസം യഥാർത്ഥ മാംസവും രക്തം യഥാർത്ഥ രക്തവും തന്നെ, മാംസവും രക്തവും മനുഷ്യന്റേത് തന്നെയെന്നും മാംസം ഹൃദയമാംസ രക്തപേശികളുടേതാണെന്ന് കണ്ടെത്തി. ശാസ്ത്രം പറഞ്ഞത് തിരുരക്തവും മാംസവും ഒരു ജീവനുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ അറുത്തെടുത്ത മാംസം പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു എന്നുള്ള സത്യമാണ്. 3-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെ കൃത്യം 101 അത്ഭുതങ്ങൾ ശാസ്ത്രീയപരമായും ചരിത്രപരമായും രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഇന്ന് കാണുന്ന വ്യക്തിഗത പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വിശ്വാസ സത്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ AD 15-16 നൂറ്റാണ്ടിലാണ് പെന്തക്കോസ്റ്റൽ ഉടലെടുക്കുന്നത്. അതായത് വിശ്വാസത്തിലൂടെ മാത്രം നീതീകരണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സത്താഭേദം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു സെപ്പറേറ്റ് വിശ്വാസ രൂപം കൊടുക്കുന്നു. ഇവരുടെ വിശ്വാസങ്ങളെ പുറമെ അവരുടേതായ വ്യക്തിപരമായ ക്രിസ്തുവിനെ അവർ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ വ്യക്തിപരമായ ഗ്രൂപ്പുകൾ അവർ സ്ഥാപിക്കുന്നു. അതായത് പൗലോസ് ലീഹയും സഭയും പഠിപ്പിച്ചത് തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തിരിഞ്ഞു പോകുന്നു. ലീഹ പറയാണ്, ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്, ഇത് ക്രിസ്തുവിന്റെ രക്തമാണ്.
എന്നാൽ പൗലോസ്ലീഹ പോലും പൗലോസ്ലീഹയ്ക്കും തെറ്റുപറ്റുന്നു, കർത്താവ് ഈശോമിശിഹായ്ക്കും തെറ്റുപറ്റി. ഇത് ആ കാലഘട്ട സഭയിൽ നടന്ന അത്ഭുതങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എൻ്റെ സുവിശേഷകരെയും വിശ്വാസത്തെയും തെറ്റാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് പുതിയൊരു വിശ്വാസത്തെ ഇവർ ഇവിടെ പുതിയൊരു വിശ്വാസം ഇവർ സമൂഹത്തിൽ കൊണ്ടുവരുന്നു. അതേക്കുറിച്ചാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 11 പറയുന്നു, എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ, നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുന്നത്. പൗലോസ്ലീഹ പഠിപ്പിച്ചതിലും സഭ പഠിപ്പിച്ചതിലും വിരുദ്ധമായി ഒരു പഠനം. ബൈബിളിന് ശേഷം ഒന്നും നടക്കാൻ പാടില്ല എന്നതാണ് ഇവരുടെ ഒരു അജണ്ട. ഇത് മനസ്സിലാക്കുക. സുവിശേഷമൊക്കെ എഴുതപ്പെട്ടത് കർത്താവ് ഈശോമിശിഹ ക്രിസ്തുവാണെന്നും മിശിഹയാണെന്നും ദൈവപുത്രനാണെന്നും സാക്ഷ്യപ്പെടുത്താനുള്ള വചനങ്ങളാണ് സഭ ബൈബിളിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ക്രിസ്തു അറിയാത്തവർ അറിയാൻ, ക്രിസ്തുവാണ് രക്ഷയുടെ ഏകമാർഗ്ഗം എന്ന് തിരിച്ചറിയാൻ വേണ്ടി സഭ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇതിപ്പോൾ എഴുതപ്പെട്ടത് കൊണ്ട് അറിഞ്ഞു, ബൈബിൾ എഴുതപ്പെട്ടു അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടതുകൊണ്ട് അറിഞ്ഞു. എഴുതപ്പെട്ടില്ലായിരുന്നെങ്കിലോ, എഴുതപ്പെട്ടത് കൊണ്ടാണല്ലോ സഭയിലൂടെ അല്ലാത്ത പലരും ക്രിസ്തുവിനെ അറിഞ്ഞത്. ഒരുപക്ഷെ ബൈബിൾ എഴുതപ്പെട്ടില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സുവിശേഷം തന്നെയും സഭയിലേക്ക് കൈമാറിയത് അത് കൊറിന്തോസിനും റോമിലും എഫെസോസിലും തീത്തോസിലും ഒക്കെ പെന്തക്കോസ്തുകാർ സ്വയം പോയി കളക്ട് ചെയ്തതാണോ ഈ സുവിശേഷം? അപ്പൊ ഈശോ വചനത്തിലൂടെ ഈശോയുടെ കാലഘട്ടം മുഴുവൻ എഴുതപ്പെട്ടു. എന്നാൽ ഈശോ പിന്നീട് പറയാണ്, എനിക്ക് ഇനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവയൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്നാൽ ആ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് സഭയിലൂടെ പറയുന്നത്. പിന്നീട് കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് വരികയും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടിച്ചേർക്കുകയും വിശുദ്ധരിലൂടെ സഭയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഈശോയുടെ ശരീര രക്തം അപ്പം രക്തവും മാംസവുമാകുന്നത്. ഇവർക്ക് ഒരുപാട് ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് പിന്നീട് കൊടുക്കുകയാണ്. അതാണ് സഭയിലുടനീളം എഴുതപ്പെട്ട് കൊണ്ടുവരുന്നത്. അവർക്കായിട്ട് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം ബൈബിളിനപ്പുറം അവർക്കൊന്നും ഉൾക്കൊള്ളില്ല. കാരണം അതങ്ങനെയാണ്. അവർക്ക് ബൈബിൾ കിട്ടി, അപ്പം ബൈബിളിനപ്പുറം അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് വിശ്വാസം എന്തെന്നോ, ക്രിസ്തു പഠിപ്പിച്ചതെന്നോ ആ ശിഷ്യഗണത്തിന്റെ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വെളിച്ച ദൈവം കൊടുക്കുകയുള്ളൂ. അത് മാറി നിൽക്കുമ്പോഴത്തേക്ക് അതിനപ്പുറം അവർക്കൊന്നും ചിന്തിക്കാനുള്ള കൃപ കിട്ടില്ല. പക്ഷെ പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ശിഷ്യർക്കാണ്, അല്ലാതെ പുറമെയുള്ളവർക്കല്ല ലഭിച്ചിരിക്കുന്നത്. അവർക്കാവട്ടെ എല്ലാ ഉപമകളിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥിക്കുന്നു, മാതാവ് ഞങ്ങളുടെ അമ്മയാണ്, ഈശോയുടെ അമ്മയാണ്. ഈശോ യോഹന്നാസ്ലീഹയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞു ഇതാ നിന്റെ അമ്മ. ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ. എന്നാൽ ദൈവപിതാവ് പറയാണ് സകല തലമുറകളും ദൈവപിതാവിലൂടെ പ്രവചിക്കുകയാണ്. എന്താണ് ഈ പ്രവചനത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവും? പ്രവചനം എന്ന് പറയുന്നത് പ്രകീർത്തി, സ്തുതി, പുകഴ്ത്തൽ, അല്ലെങ്കിൽ ഹൈ പ്രൈസ് ചെയ്യുക, ഗ്ലോറിഫിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ സിംഗിങ് ചെയ്യുക, ഹോണർ ചെയ്യുക, സമ്മൺ ഓർ സംതിങ് ഹോണർ ചെയ്യുക. അതാണ് പ്രകീർത്തനം. അപ്പൊ പരിശുദ്ധ ആത്മാവിനാന്ന് പറഞ്ഞ പരിശുദ്ധ സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ പ്രകീർത്തനാണ് സകല തലമുറയിൽപ്പെട്ടവർ ചൊല്ലുന്നത്. പറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലവും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇത് പ്രകീർത്തനമാണ്, ഗ്ലോറിഫിക്കേഷൻ ആണ്. ഇതേ കാര്യം തന്നെയാണ് എലിസബത്ത് ചെയ്തത്. കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി? ഗ്ലോറിഫൈ ചെയ്യാണ്, അതിന് പ്രകീർത്തിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് സകല തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക. അത് ദൈവത്തിന്റെ പ്രവചനമാണ്. പ്രവചനം സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിക്കുന്നത് എവിടെയാണ്? സഭയിലാണ്. അപ്പൊ ദൈവം ഒരു വാഗ്ദാനം കൊടുത്തിരിക്കുന്ന ആ വാഗ്ദാനം തന്റെ മക്കൾക്കുള്ളതാണ്. അപ്പൊ പ്രവചനം അത് സംഭവിക്കുന്നത് സഭയിലും, അത് പ്രവചിക്കുന്നവർ സഭയിലുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വരേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം അതായത് ഈശോയുടെ പരസ്യ ജീവിതം കഴിഞ്ഞു, മരണം കഴിഞ്ഞു, ഉദ്ധാനം കഴിഞ്ഞു, സ്വർഗാരോഹണം കഴിഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആഗമനം കഴിയുമ്പോൾ ഈശോ തന്റെ സഭയെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്നും സഭ ക്രിസ്തുവിന്റെ ശരീരമായിരുന്നുവെന്നും ഇന്ന് കാണുന്ന ഇതര പെന്തക്കോസ്ത് ഗ്രൂപ്പുകളല്ല കർത്താവ് ഈശോമിശിഹ സ്ഥാപിച്ച സഭയാണെന്നുള്ളതിനെ കുറിച്ച് ജനാടിസ്ഥാനത്തിൽ ചെറിയൊരു ബോധ്യമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയതായി ഞാൻ മനസ്സിലാക്കുന്നു. സഭയെക്കുറിച്ചാണ് പത്രോസ് ഈശോ പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിനും കെട്ടപ്പെടും, നീ ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിനും അഴിക്കപ്പെടും. അപ്പോൾ ക്രിസ്തു സ്ഥാപിച്ച സഭ അത് കത്തോലിക്ക സഭ മാത്രമാണെന്നുള്ള ഒരു ബോധ്യം നൽകുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അതായത് സഭ എന്തെന്നോ ക്രിസ്തു ആരെന്നോ ഇല്ലാതെ ഏതെങ്കിലും പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിലും ഭാഷമാരെടുത്തും പോയി എന്തെങ്കിലും ഒന്നോ രണ്ടോ വചനങ്ങൾ കേട്ടിട്ട് ഇതം അന്ധതയിൽ കിടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ക്രിസ്തുവിന്റെ ശരിയായ ക്രിസ്തു പഠിപ്പിച്ച സത്യവഴി, ഏക വഴി എന്താണെന്നുള്ള തിരിച്ചറിവ് കിട്ടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരിലും ഈ വീഡിയോ എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യവും വചനം ഇതാണ്. യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ വചനത്തിന്റെ പൂർത്തീകരണം പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്ന യോഹന്നാൻ 6:58 ജീവിക്കുന്നതിനായി പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. അതെ, എന്നെ ഭക്ഷിക്കുന്നവൻ മാത്രമേ ഞാൻ മൂലം ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈശോ പറയുന്നത്. ഞാൻ മൂലം ഒരു വ്യക്തി തന്റെ ബലഹീനത, തന്റെ ജീവിതത്തിലും തന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം ക്രിസ്തു മൂലം, ക്രിസ്തു കൂടാതെ ഈശോ തൊട്ട് മുമ്പ് പറയുന്നത് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ മുഖാന്തരം ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പം ഈശോയോടൊപ്പം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈശോയെ ഭക്ഷിക്കണം. എന്റെ ഈശോ പറയണം, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്താണ് വിശ്വസിക്കേണ്ടത്? ഞാൻ ജീവന്റെ അപ്പമാണെന്നും നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. കണ്ടോ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണെന്ന് ഈശോ ക്ലെയിം ചെയ്യുകയാണ്. ഈശോ പറയാണ്, എന്റെ ശരീരം ആ അപ്പം ഞാനാണ്. അതാണ് ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് ഈശോ അപ്രത്യക്ഷനാവുന്നത് അങ്ങനെയാണ്. ഈശോ അപ്പം മുറിച്ചപ്പോൾ അവരെ കണ്ണുകൾ തുറന്നു, എന്നാൽ ഈശോ ആകട്ടെ അപ്രത്യക്ഷമായി. അതാണ് ഈശോ പറഞ്ഞത്, ആ അപ്പം ഞാനാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഈശോ ക്ലെയിം ചെയ്യാണ്, ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും.
ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ആ ശരീരം ഈശോ ഒരു കൂദാശയാക്കി മനുഷ്യജനത്തിന്, മനുഷ്യവംശത്തിന് ഭക്ഷിക്കുവാൻ വേണ്ടി, നിത്യജീവന് വേണ്ടി ഈശോ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ ഈശോ പറയുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി ജനം വലയുമ്പോൾ ഈശോ പറയാണ്, നശ്വരമായ ഈ അപ്പത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട, അനശ്വരമായ ജീവന്റെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കും. എന്നിട്ട് ഈശോ പറയണ അപ്പം ഏതാണെന്ന്? ആ അനശ്വരമായ അപ്പമാണ് എന്റെ ശരീരം, അത് നിങ്ങൾ ഭക്ഷിക്കണം. അങ്ങനെയായി വചനം തുടങ്ങുന്നത് തന്നെ. ഈശോ ജനങ്ങളോട് പറയുന്നുണ്ടല്ലേ, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈശോ പറയണം, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. എന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം മുദ്ര വെച്ചിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തി, അവിടുന്ന് അയച്ചോണ്ട് വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? കണ്ടോ, ഈശോ ദൈവപുത്രനാണെന്നും ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നുവെന്നും കാണുവാനും വിശ്വസിക്കുവാനും എന്ത് അടയാളമാണ് ഈശോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ തൊട്ട് താഴെ പറയുന്നത്, അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങൾ പിതാക്കൾ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യസത്യമായി നിങ്ങളോട് പറയുന്നത്, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നതിന്റെ സ്വർഗസ്വനായ പിതാവാണ് തന്നത്. എന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ അവനോട് അപേക്ഷിച്ചു, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണം. കണ്ടോ, യഥാർത്ഥ അപ്പം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന് മനുഷ്യന് ജീവൻ നൽകുന്നതാകണം. അപ്പോഴാണ് ജനം ചോദിക്കുന്നത്, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും, എല്ലായ്പ്പോഴും, എല്ലാ ദിവസവും നൽകണമേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതുകൊണ്ട് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതാണ് തൊട്ട് മുകളിലുള്ള വചനത്തിൽ ഈശോ പറഞ്ഞത്, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പ്രകടിപ്പിക്കുന്നു. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ വാസം നടക്കുന്നത്, ഈശോ വന്നിൽ ഒരു വാസം ഉറപ്പിക്കുന്നത്, ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. അപ്പോൾ ഈശോ വന്ന് ആ വാസം ഉറപ്പിക്കുന്ന വചനത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത്. അത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ്. അതാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഉണ്ടോ? അപ്പോൾ ഈശോ സാക്ഷാൽ മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഈശോയുടെ ശരീരരക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കണം. എങ്കിൽ മാത്രമേ ഈശോ നിന്നിലും വസിക്കുകയുള്ളൂ, നീ ഈശോയിലും വസിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈശോ പറയുന്നത് പോലെ കൂടുതൽ ഫലമുള്ളവരായി നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ കഴിയുകയുള്ളൂ. കാരണം ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇതാണ് ആ നിത്യജീവന്റെ സുവിശേഷം. അപ്പോൾ ഈ രണ്ട് വചനവും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ ഒരു വചനം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ലോകം ദുഷ്ടന്റെ വലയത്തിലാണ്, എന്നാൽ കൃപയിൽ ജീവിക്കുവാൻ നമുക്കൊരു സ്വർഗീയ അപ്പം, കൃപയുടെ അപ്പം, കൃപ നമുക്ക് വളരെ ആവശ്യമുണ്ട് എന്ന് സ്വർഗ്ഗപിതാവിന് മനസ്സിലായി ദൈവം സജ്ജമാക്കി ഗോതമ്പ് അപ്പത്തിന്റെ രൂപത്തിൽ ഈശോ നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ കൃപയാൽ നിറച്ചുകൊണ്ട് തിന്മയുടെ സ്വാധീനങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്തായിരുന്നു ആ വാക്ക്? മനുഷ്യപുത്രന്റെ ശരീരം, അല്ലെങ്കിൽ കർത്താവ് ഈശോ നൽകുന്ന അപ്പവും രക്തവും നിങ്ങൾ പാനം ചെയ്യുക. ഇത് ശരീരമല്ല, ഇത് ആത്മാവിന്റെ ജീവനാണെന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശിഷ്യനായിരുന്നില്ല എന്ന പൗലോസ്ലീഹായ്ക്ക് പോലും, പൗലോസ്ലീഹ ശിഷ്യനല്ലായിരുന്നിട്ട് പോലും ഈശോ പൗലോസ്ലീഹയ്ക്ക് ഈ ഒരു കാര്യം മാത്രമേ തന്റെ ശുശ്രൂഷ വേളയിൽ വരമേൽപ്പിക്കുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ദൈവം ഭൂമിയിൽ വന്ന അതിനു വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. അപ്പോൾ പൗലോസ്ലീഹയ്ക്ക് ഈ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്ത കർത്താവ് ഈശോ മിശിഹ എന്തുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളിൽ കർത്താവ് ഈശോ മിശിഹാണ് വഴി നടത്തുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈശോ അവർക്ക് ആ ബോധ്യം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നത്, ഇതൊരു ക്രിസ്തു ഈശോ മിശിഹ നയിക്കുന്ന ഒരു കൂട്ടായ്മ അല്ലെന്നും ദാനിയേൽ പ്രവാചകൻ 8 പറയുന്ന ദേവാലയവും ദൈവത്തിന്റെ സിംഹാസനവും ദൂഷണം പറയുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണെന്നും ഇത് വ്യാജക്രിസ്തുവാണെന്നും പറയാനുള്ള ഏക കാരണം അത് തന്നെയാണ്. എന്നാൽ ഒത്തിരി പേര് അതൊന്നും റിക്കവറായി വിശുദ്ധ കത്തോലിക്ക സഭയിലോട്ട് മാറി ചിന്തിക്കണം. അവർ സ്വമതയാ കാര്യങ്ങൾ മനസ്സിലാക്കി നിത്യജീവൻ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ആ അവിടുത്തെ അന്ധകാരം എന്തെന്നും മനസ്സിലാകുമ്പോൾ അവർ രക്ഷപ്പെട്ട് സഭയിലോട്ട് വരുന്നുണ്ട്. എപ്പോഴും പറയാറുണ്ട്, രണ്ടാത്മാവും ഒരേ പ്രവർത്തിയാണ്, അല്ലെങ്കിൽ രണ്ടിടത്തും ഒരേ ആത്മാവാണുള്ളതെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്, ദൈവത്തിന് കത്തോലിക്ക സഭയിലായിരിക്കുന്ന മക്കളെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കുമ്പസാരിക്കാൻ പാടില്ല, കൂദാശകൾ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്തിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവിനുണ്ടോ? രണ്ട് സ്ഥലത്തും ഒരേ ആത്മാവാണെങ്കിൽ രണ്ടുപേര് രണ്ടിടത്തു നിന്നാണ് പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവല്ലേ? അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിന് അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? വചനത്തിൽ ഈശോ തന്നെ പറയുന്നു, സാത്താനെതിരെ ഭിന്നിച്ചാൽ ആ രാജ്യം നിലനിൽക്കുമോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ഈശോ അവിടെ ഉള്ള ഒരു യഹൂദർ പറയുന്നുണ്ട്, നീ ബെൽസബൂളിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അപ്പോഴാണ് ഈശോ ഈ വചനം പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിനെതിരെ ഭിന്നിച്ചാൽ ദൈവരാജ്യം നിലനിൽക്കുമോ സഹോദര? ഈശോ പറയുന്നുണ്ട്, ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയുക. കത്തോലിക്ക സഭയിൽ നിന്ന് ഒരു വ്യക്തി പെന്തക്കോസ്തിലോട്ട് പോയാൽ ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? കുർബാന, പാപമോചനം, വിശുദ്ധീകരണ ജീവിതം അത് ഇല്ലാതാകുന്നു. ഈശോ അതെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലില്ല. അപ്പൊ പിന്നെ ആരാണ് ഈ വിശ്വാസത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ആരാണ് ഈ അരൂപി എന്താണെന്നും ഇതിനെ വഴി നടത്തുന്നത് ആരാണെന്നും ഫലത്തിൽ നിന്ന് തന്നെ, അതിൽ നിന്നും പുറപ്പെടുന്ന ഫലം എന്താണ്? നിത്യ കൂദാശയില്ല, സഭയെ കുറ്റം പറയുക, കത്തോലിക്ക സഭയെ കുറ്റം പറയുക മാത്രം അവരുടെ എയിം.
കുമ്പസാരിക്കാൻ പാടില്ല എന്നതാണ് അവരുടെ ഏക അജണ്ട. അപ്പോൾ ഇതൊക്കെ എല്ലാം പിശാചിന്റെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ചിലർ ചിന്തി പറയാറുണ്ട് സനാതന സുവിശേഷമാണെന്ന്. എന്നോട് 1-2 പേര് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു സനാതന സുവിശേഷം ആണെങ്കിൽ കത്തോലിക്ക വിശ്വാസികളെ ഇതിലോട്ട് ആക്കാനുള്ള പ്രചോദനം പരിശുദ്ധാത്മാവിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടും ഒരേ ആത്മാവല്ലേ കൊണ്ടുപോകുന്നത്? ഒരിടത്ത് ഒരു പഠനം, വേറൊരിടത്ത് അതിനെ എതിർക്കുന്ന പഠനം നടത്തി ഒരേ ആത്മാവ് ദൈവത്തിനെതിരെ ഭിന്നിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം പരിശുദ്ധാത്മാവിനുണ്ടോ? ഇത് കൊറിന്തോസിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം തൊട്ട് താഴെ പറയുന്നുണ്ട്, എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങിയായിരിക്കും ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. റോമ 10:1, സഹോദരരെ, എന്റെ ഹൃദയപൂർവ്വമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അതായത് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതേ സംഭവം തന്നെയാണ് പെന്തക്കോസ്തുകാരെ കുറിച്ച് പറയുന്നത്. പെന്തക്കോസ്തുകാരുടെ കാര്യത്തിലും അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് അറിയുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകാത്തതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. കണ്ടോ, ദൈവനീതിക്കോ ദൈവഹിതത്തിനോ ഇവർ കീഴ്വഴങ്ങുന്നില്ല. അവരുടേതായ വ്യക്തിപരമായ തത്വങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി അവർ വ്യഗ്രത കൊള്ളുന്നു. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ നിയമങ്ങളാണ്. എന്തിനു വെറുതെ അവരുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ വിവാഹം പോലും ചെയ്യാൻ പാടില്ലെന്നാണ് അവരുടെ പ്രത്യേക അജണ്ടയും നിയമവും. കാരണം ഇടയ്ക്കൊരു പെന്തക്കോസ്തിൽ നിന്ന് മാറിപ്പോയ ഒരു സഹോദരി ഇടയ്ക്ക് പറയുണ്ടായി, അതായത് അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, സ്ത്രീകളില്ലെന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് അവരുടെ ഗ്രൂപ്പിൽ നിന്നല്ലാതെ അവർക്ക് വേറൊരു ഗ്രൂപ്പിൽ ചെന്ന് വിവാഹം ചെയ്യാൻ ആ ഗ്രൂപ്പിന്റെ ആരാണ് ഇവർ പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഈ വ്യക്തി ആ ഗ്രൂപ്പ് സംഘടനകൾ അനുവദിക്കുന്നില്ല. കാരണം ഇവിടെ നിന്നുള്ളവർ അവിടെ നിന്ന് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ പാസ്റ്റർക്ക് ആള് പറയും. ഇതൊക്കെയാണ് ഇവരുടെ വ്യക്തി. ഇതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും പറഞ്ഞ ഒരേ കാര്യം പറയുന്നുള്ളൂ, രണ്ട് സ്ഥലത്തും പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. പെന്തക്കോസ്ത് ഗാനങ്ങളിടുന്ന ഏതെങ്കിലും പുരോഹിതൻ പെന്തക്കോസ്തിനെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ കഴിയും അതിനെ കൊണ്ട്? പെന്തക്കോസ്ത് ഗാനങ്ങളല്ലേ നിങ്ങൾ ഇടുന്നത്? അവിടെ ഇതേ ഗാനങ്ങൾ തന്നെ. ഈ ആത്മാവ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാൽ പോരെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇവർ ധ്യാനഗുരുക്കന്മാർ തരേണ്ടിയിരിക്കുന്നു. ക്രിസ്തു സ്ഥാപിച്ച സഭയെ മലിനമാക്കുന്നവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും ക്രിസ്തുവിനെ കുറിച്ച് തറക്കില്ലെന്നും അവഹേളിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സുവിശേഷ വചന ശുശ്രൂഷ ഞാനിവിടെ ചുരുക്കുന്നു. ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, അവരുടെ തീഷ്ണത, പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ അവരുടെ തീഷ്ണത ക്രിസ്തു തന്നെയാണ്. സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്ന ക്രിസ്തുവിനെ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. പക്ഷെ അവർ അജ്ഞത മൂലം, അവരുടെ അജ്ഞത, ആ ആത്മീയ തലം, ആ ഒരു അരൂപി പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി എന്നാണ് പറയുന്നത്. വ്യക്തമായി ചില അടയാളങ്ങളും ചില അത്ഭുതങ്ങളും ചില ഡെലിവറൻസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ കണ്ട ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഈശോ തന്നെ കരുണയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 4-5-ാമത്തെ നോവേനയിൽ ഈശോ പറയുന്നുണ്ട്, സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോയെ അവരുടെ ഈ മതം, പക്ഷേ അവരുടെ പാപം അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാതെ അവർക്ക് ശരിയായ ക്രിസ്തുവിന്റെ ആത്മാവിനെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റും. പരിശുദ്ധനായ ദൈവത്തെ സ്പർശിക്കാൻ പറ്റില്ല. ആ പരിശുദ്ധിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത്, കുമ്പസാരം എന്ന കൂദാശ അവർക്കത് ഉൾക്കൊള്ളാൻ. കാരണം അവരുടെ പാപം അവരെ വീണ്ടും ആ ഒരു അവസ്ഥയിലോട്ട് ആക്കി ഇടുന്നതാണ്. കാരണം അവരിൽ പാപം ഇരിക്കുന്നത് കൊണ്ട് ആ പാപത്തിൽ തന്നെ വേചമായ ക്രിസ്തു കടന്നു കയറി അവരെ വഴിതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിനെ ചിന്തിച്ച് നോക്കി. ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് ഈശോ ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ലൈവായിട്ട് ഈശോ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇന്ന മകളോട് അല്ലെങ്കിൽ ഇന്ന മകനോട് പേര് പറഞ്ഞിട്ട് പറയണം, പൂർണ്ണമായൊന്ന് കുമ്പസാരിക്കാൻ പറയണം ഈശോ. അനുദപിച്ച് കുമ്പസാരം എന്ന കൂദാശയുടെ പാപങ്ങൾ കളയാൻ ഈശോ ആത്മാവിൽ വൈദികം വിളിച്ച് പറയണം. ഈശോ ആ പേര് സഹിതം പറയണം. എന്തുകൊണ്ടാണ് ഈ കരുണ ഈശോ അവരോട് കാണിക്കുന്നില്ല, പെന്തക്കോസ്തുകാരോട്? കാരണം അവിടെ ഈശോ അല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ഈശോ എന്ന നാമതയിൽ പ്രവർത്തിക്കുന്ന അരൂപി വേറെയാണ്. അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സഭയ്ക്ക് വേണ്ടി ഇത്രയും, ഞാൻ ഉൾപ്പെടെ സഭയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഓഡിയോ ചെയ്യുന്നതിൻ്റെ അർത്ഥം അത്രമേൽ സഭയുടെ കൂദാശകളും സഭ എന്തെന്നും ഒരു തിരിച്ചറിവ് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഞാനും ഒരു സമയത്ത് ആ ക്രിസ്തുവിൻ്റെ പുറകെ പോയൊരു മകനാണ്. ഞാനും ഒരു സമയത്ത് പെന്തക്കോസ്ത് പറയുന്ന അത് പരിശുദ്ധ അമ്മ പല മാതാവ് തെറ്റാണെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പെന്തക്കോസ്ത് വിശ്വാസമാണ് ക്രിസ്തു വിശ്വാസം പഠിപ്പിക്കുകയും അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്നും ദൈവം എനിക്ക് വലിയൊരു വിടുതൽ നൽകി ആ സ്വർഗീയ അനുഭവം എനിക്ക് കാണിച്ചു തരികയും കുമ്പസാരം എന്ന കൂദാശയുടെ പവിത്രത മനസ്സിലാക്കി വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പരിശുദ്ധാത്മാവും അത് മനസ്സിലാക്കി തന്ന വേദമായ അരൂപി യേശു എന്ന നാമം ഒരുപാട് ഇന്ന് ലോകത്തെമ്പാടും വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവയിൽ നിന്നും ഓടി ഒളിക്കാനും അത് ശരിയായ വിശ്വാസം നിലനിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ് ഈ കാലഘട്ടത്തിലാണ്. കാരണം നമുക്ക് അറിയാത്തില്ല, കാരണം ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുമാർ ഇഷ്ടം പോലെ വരികയാണ്. അപ്പം ഒന്നിനും പോയി നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വീഴ്ചകൾ വരും. അപ്പോൾ നമ്മൾ ഒന്നിനും പോയി വീഴാതിരിക്കാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നോട് ജീവിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൃപ നിലനിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഈശോയെ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ